നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ ലിയോ മെസ്സിക്ക് ശേഷം FC ബാഴ്സലോണക്കായിട്ട് ഗോൾ അടിക്കുന്ന ആദ്യത്തെ താരമായിട്ട് റോബർട്ട് ലെവൻഡോസ്കി മാറി. പക്ഷേ കളി വിജയിക്കാൻ FC ബാഴ്സലോണക്കായില്ല. UCL റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരത്തിൽ നാപ്പോളിയുമായിട്ട് 1-1 സമനിലയിലാണ് അവർ പിരിഞ്ഞിരിക്കുന്നത്. നാപ്പോളിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണക്കായിട്ട് റോബർട്ട് ലെവൻഡോസ്കി, നാപ്പോളിക്കായിട്ട് വിക്ടർ ഓസിംഹെൻ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. കളിയിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ വിക്ടർ റോക്കിനെ ചാവി ഹെർണാണ്ടസ് ഇറക്കിയില്ല. റോബർട്ട് ലെവൻഡോസ്കിക്കൊപ്പം പെഡ്രിയും ലാമിൻ യമാലുമാണ് കളിച്ചത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ ലാമിൻ യമാൽ സ്വന്തമാക്കുകയും ചെയ്തു. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 60-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി ഗോൾ അടിച്ചു. അങ്ങനെ FC ബാഴ്സലോണ ലീഡെടുത്തതാണ്. പക്ഷേ 75-ാമത്തെ മിനിറ്റിൽ വിക്ടർ ഓസിംഹെനിലൂടെ നാപ്പോളി ആ ഗോൾ മടക്കിയടിച്ചപ്പോൾ 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചു. പക്ഷേ ചാവി ഹെർണാണ്ടസ് പറയുന്നു, ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ അർഹിച്ചിരുന്നു, അർഹത ഞങ്ങൾക്കായിരുന്നു, ഞങ്ങളാണ് ഡൊമിനേറ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഈ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നു, ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ അർഹതയുള്ളവരായിരുന്നു. എന്തായാലും ഞാൻ രാജിവെക്കുന്നു ഈ സീസണിന് അവസാനത്തോടെ എന്നുള്ള അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം റോബർട്ട് ലെവൻഡോസ്കി ഒരു ബിഗ് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകൾ അദ്ദേഹം ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ നേടുന്നത് നമ്മൾ കണ്ടു എന്നുകൂടി ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നുണ്ട്. എന്തായാലും ബാഴ്സലോണക്ക് ആദ്യപാദ മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എവേ മത്സരമായിരുന്നു. ഇനി സ്വന്തം മൈതാനത്ത് കളിക്കുമ്പോൾ സ്വന്തം ആരാധകരുടെ ഒരു പിന്തുണയിൽ ബാഴ്സലോണക്ക് നാപ്പോളിയെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരുള്ളത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.